ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് UK വിസിറ്റിംഗ് വിസ അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് ചാനൽസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഞാൻ സ്വന്തമായി ഇരുന്ന് ചെയ്താണ് എനിക്ക് ആ UK വിസ ശരിക്കും എനിക്ക് കിട്ടിയതിൻ്റെ റീസൺ. ഞാനിവിടെ ഒരു സ്റ്റുഡൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഗ്രിഫിത്തിൽ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം എൻ്റെ ഏകദേശം ഡെസേർട്ടേഷനൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് UK ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ UK വിസയ്ക്ക് അപ്ലൈ ചെയ്തതാണ്. അപ്പം പലരും പലതൊക്കെയാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു ഇതൊന്നും എനിക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്ത പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് UK വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരുടെ ലിങ്ക് ഉണ്ട്. അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സൈറ്റിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അതിൽ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് GNIB, അത് അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. GNIB നമുക്ക് വേണം. പിന്നെ നമ്മുടെ പാസ്പോർട്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇത്ര എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കിട്ടും, ഇത്ര മാസം തൊട്ട് തുടങ്ങി ഇത്ര യൂറോയാണ് നമുക്ക് പെർ ഹവറായിട്ട് കിട്ടുന്നത്, അങ്ങനത്തെ ഇത് വേണം. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ. പിന്നെ കോളേജിൽ എംബസി ലെറ്റർ എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ട്. എൻ്റെ ഗ്രിഫിത്ത് കോളേജിലാകുമ്പോൾ ഞങ്ങളുടെ സൈഡിൽ ഒരു എംബസി എന്ന് പറഞ്ഞൊരു ലെറ്റർ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്, എത്ര ദിവസത്തേക്കാണ് പോകുന്നത്, അപ്പോൾ അങ്ങനെ ഒരു എംബസി ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനൊരു ജനുവരി തൊട്ടുള്ളൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. ജനുവരി ടു ജൂൺ ജൂലൈ വരെയുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വെച്ചിരുന്നു. 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും മതി. പിന്നെ അക്കൗണ്ട് ബാലൻസ് എൻ്റേത് ഞാൻ 1000 യൂറോ എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. സോ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ വേറെ കുറേ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഹോട്ടൽസിൻ്റെ ബുക്കിങ്ങിൻ്റെ ഇത് വേണം, പിന്നെ UK ഒരാൾ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ വേണം. ഈ പറഞ്ഞ ഒരു സാധനവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ സെൽഫായിട്ട് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തു. എന്ന് തൊട്ട് എന്ന് വരെയും പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ UK വിസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അപ്രൂവ്ഡ് ആയിട്ട് കിട്ടുകയും ചെയ്തു. എനിക്കൊരു ഒന്നര ആഴ്ചക്കുള്ളിൽ എനിക്ക് സംഭവം അപ്രൂവ്ഡ് ആയിട്ട് പോട്ടെ, രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് അപ്രൂവ്ഡ് ആയിട്ട് എനിക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ UK പോകാൻ നിൽക്കുന്നവർ അവിടുത്തെ കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് അവിടെ കുറേ ഇഷ്യൂ ഒക്കെ നടക്കുന്ന കാര്യം നമ്മൾ അറിയുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ നോക്കിയിട്ടേ പോകാവുള്ളൂ. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ മതി. അല്ലാതെ ഈ ബാങ്ക് ഇത് അങ്ങനത്തെ ബാങ്കല്ല, ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള കുറേ ഇതുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മെയിനായിട്ട് നമ്മുടെ GNIB, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, കോളേജിൽ നിന്നുള്ള റെഫറൻസ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും വെച്ച് നമ്മൾ സെൽഫായിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 6 മണി തൊട്ട് 7 മണിക്കുള്ളിൽ നമുക്ക് സെൽഫായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോൾ അതിനാകുമ്പോൾ നമുക്ക് കാശ് കൊടുക്കണ്ട. നമ്മൾ 145 യൂറോയുടെ അടുത്ത് കണ്ടാണ് UK വിസയ്ക്കുള്ള എമൗണ്ട്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10, 11 മണി 12 മണിക്കൊക്കെ ഞാൻ ഈ ഡേറ്റ് നോക്കാനിരുന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. നമ്മൾ പെയ്ഡ് ചെയ്തെടുക്കണമായിരുന്നു. അതിനപ്പോൾ ഭയങ്കര എമൗണ്ട് ആയിരുന്നു. പക്ഷേ ഞാനൊരു വെളുപ്പിന് 6-7 മണി വരെക്കുള്ളിൽ ഞാൻ എടുത്തപ്പോഴത്തേക്കും എനിക്ക് കിട്ടി. എനിക്ക് പൈസ ഒന്നും പോയിട്ടൊന്നുമില്ല. അപ്പം പിന്നെ നമ്മളത് കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ലാപ്ടോപ്പ് വഴി നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡേറ്റ് കിട്ടുന്ന ദിവസം ആ ഡേറ്റ് അവിടെ ചെല്ലുമ്പം നമുക്ക് അവിടുന്ന് ഒരു സെൽഫ് അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ സംഭവം കിട്ടും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കോപ്പി ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട് കോപ്പിയും നമ്മുടെ GNIB കാർഡും നമ്മുടെ പാസ്പോർട്ടും മാത്രം മതി. അല്ലാതെ ഈ പറഞ്ഞ വേറെ ഹോട്ടൽസിൻ്റെ ബുക്കിങ്ങോ അങ്ങനെ ഒന്നും നമുക്ക് വേണ്ട. സോ ഇത് അയർലൻഡിലിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈസി ആയിട്ട് എങ്ങനെ UK വിസ എടുക്കാമെന്നുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണിത്. സോ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം.